ഇന്ന് നമുക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ക്രീം ബൺ ഉണ്ടാക്കിയാലോ? ബേക്കറികളിലൊക്കെ ചില്ലി കൂട്ടിൽ കാണുന്ന ക്രീം ബണ്ണില്ലേ, ഇത് കടകളിലൊക്കെ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതിപ്പം ക്രീം ഇല്ലാതെയും കഴിക്കാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണാണ്. ഒരു ബൗളിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂട് വേണ്ട, ഒരു ഇളം ചൂടുള്ള പാൽ മതി. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തൊട്ട് നോക്കുമ്പോഴും പാലിലൊരു ഇളം ചൂടുണ്ടാവണേ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റ് ചേർക്കുമ്പോൾ നല്ല ഈസ്റ്റ് ചേർക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പം ഞാൻ എടുക്കുന്ന ഈസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സാധാരണ നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന ഈസ്റ്റ് ഇല്ലേ, അതെടുത്താൽ മതി. അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നാൽ മാത്രമേ എടുക്കാവുള്ളൂ. ഇതിപ്പം ഈ റെസിപ്പിക്ക് മാത്രമല്ല, ഏത് റെസിപ്പിക്കും അങ്ങനെയാണ്. നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ എടുക്കുന്ന സമയത്ത് കപ്പിന് ലെവലായിട്ട് വേണം എടുക്കാനായിട്ട്, കൂമ്പാരമായിട്ട് എടുക്കല്ലേ. ഇപ്പോൾ കപ്പെന്ന് പറയുന്നത് 250 ml കപ്പാണ്. ഇതില്ലെങ്കിൽ വീട്ടിലുള്ള ഒരു സാധാരണ സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ, അതെടുത്തിരുന്നാൽ മതി. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അങ്ങ് കുഴച്ചാൽ മതി. ഇതിപ്പം മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി മാവിനെ കഴിഞ്ഞും ലൂസായിരിക്കുമേ. പിന്നെ ഇതിനി കുഴച്ച് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലൂസാവും, പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോഴേക്കും. നമുക്കിത് ഈ പാത്രത്തിൽ വെച്ച് കുഴക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ബട്ടർ ആക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതിലേക്ക് മാവ് എടുത്ത് വെച്ച് നമുക്കിതുപോലെ വലിച്ചങ്ങ് കുഴയ്ക്കാം. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ഒരുമിച്ച് ചേർക്കേണ്ട, കുറച്ചെടുത്ത് മാറ്റി വെച്ച് നമ്മൾ ഇങ്ങനെ ഇതുപോലെ തേച്ച് കുഴയ്ക്കുമ്പം കയ്യിലൊക്കെ പറ്റി പിടിക്കില്ലേ, ആ സമയത്ത് കുറച്ച് ബട്ടർ എടുക്കുക, കയ്യിലാക്കി അങ്ങനെ അങ്ങ് തേച്ച് കുഴച്ചെടുത്താൽ മതി. ബട്ടർ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുക്കണേ, നല്ല തണുത്ത കട്ടിയുള്ളത് എടുക്കണ്ട. അപ്പോൾ ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴക്കുകയാണെങ്കിൽ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കുഴച്ചിട്ടുണ്ട്. ഇത് മതി. കണ്ടേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണ്. നമ്മളിതിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുഴിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ കയ്യിൽ അങ്ങനെ ഒരുപാട് പറ്റി പിടിക്കുന്നൊന്നുമില്ല. നമുക്ക് ബൗളിലേക്ക് ഇട്ട് കുറച്ച് അതിൻ്റെ മുകളിലേക്കും കൂടെ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തേച്ച് പുറം ഭാഗം ഡ്രൈ ആവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അടച്ചു വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നനഞ്ഞ തുണി നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ആവശ്യമില്ല, ഇത് മതി. 1.5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. തൊട്ടുമ്പോഴത്തേക്ക് അങ്ങ് കുഴിഞ്ഞങ്ങ് പോകുന്നുണ്ട്. അത് നമുക്കെടുത്ത് കൗണ്ടർ ടോപ്പിലേക്കിട്ട് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഉരുട്ടിയെടുത്താൽ മതി. ഞാൻ ചുമ്മാ ഒരു ജാടക്ക് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഏകദേശം ഒരേ അളവിലങ്ങ് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ വലിച്ചിങ്ങനെ വെച്ച് അങ്ങ് ഉരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോളായിട്ട് തന്നെ ഉണ്ടാകും. ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് പരത്തി കൊടുക്കാം കൈ കൊണ്ട് തന്നെ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ വെച്ച് കൊടുക്കാം. അതുപോലെ എല്ലാം ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. 9 ബണ്ണാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മേലെയൊക്കെ പറ്റി പിടിച്ച് അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകും. ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെക്കണം. നമ്മളൊരു പ്ലാസ്റ്റിക് കവർ ഇട്ട് മൂടി വെക്കുക കേട്ടോ നല്ലത്. നനഞ്ഞ തുണിയൊക്കെ ഇട്ട് മൂടി വെക്കാൻ വേണമെങ്കിൽ. പക്ഷേ നമ്മളത് എടുക്കുമ്പം ചിലപ്പോൾ തുണിയിൽ ഇതങ്ങ് പറ്റിപ്പിടിച്ച് അതിൻ്റെ ഷേപ്പ് അങ്ങ് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് കവറാണെങ്കിൽ നമുക്ക് എടുക്കുമ്പം ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. മുമ്പൊക്കെ ഞാനും നനഞ്ഞ തുണി തന്നെയായിരുന്നു ഇട്ടിരുന്നത്. പിന്നെയാണ് ഇങ്ങനെ ചെയ്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ തുടങ്ങി. ഇപ്പം സ്ഥിരം എങ്ങനെയാണ്. ഇതിനെ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പൊങ്ങി ഇങ്ങ് വരും. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണേലും ഒഴിക്കാം, സൺഫ്ലവർ ഓയിലോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് ഒന്നുകൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ബോളുകൾ ഇങ്ങനെ എടുക്കാം. കണ്ടൊക്കെ പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ ബണ്ണ് ഫ്രൈ ചെയ്യുമ്പം ഒരുപാട് തീ കൂട്ടി വെക്കരുത്, ഒരുപാട് തീ കുറച്ചും വെക്കരുത്. കാരണം ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ഉൾഭാഗം വേവാതിരിക്കും, പുറം ഭാഗം പെട്ടെന്ന് ബ്രൗൺ കളറായി പോകും. തീ തീരെ കുറവാണെന്നുണ്ടെങ്കിൽ അത്ര അങ്ങോട്ടൊരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നമുക്ക് തീ കൂടുതൽ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ല ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതൊരു ബർണറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ആ സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒന്നുമില്ല, പെട്ടെന്ന് കഴിയും. കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം റെഡിയാക്കി വെച്ച് അവർ വരുമ്പോൾ എടുത്ത് അങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ക്രീം ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതിനെ എടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത ബോൾ തന്നെ എടുക്കാം, അടച്ചു വെച്ച് കൊടുക്കാം. നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടതുകൊണ്ട് കുഞ്ഞീച്ച ഇങ്ങനെ വരും ഇതിൻ്റെ മുകളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അടച്ച് തന്നെ വെച്ച് കൊടുത്തേക്കണം. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പം ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ് ഓരോന്ന് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഒരു മടക്ക് പോലെയൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ക്രാക്ക് വരില്ല കേട്ടോ. ഇങ്ങനെ
മടക്ക് വരുമ്പോഴാണ് ക്രാക്ക് വരുന്നത്. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പം അടുപ്പത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് കുറച്ചൊരു കട്ടിയുള്ളതുപോലെയാണ് ഉണ്ടാവുക. തണുത്ത് കഴിഞ്ഞാലാണ് അത് സോഫ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ 4 എണ്ണം ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് മുറിച്ച് കാണിക്കാവേ. അത് എടുക്കുന്ന സമയത്ത് പുറംഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഞെക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? നമുക്ക് മുറിക്കാം. നല്ല പഞ്ഞി പോലെ എന്ന് പറയാൻ പറ്റില്ല, നല്ല വെണ്ണ പോലെ ഇരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പുറംഭാഗമൊക്കെ നല്ല മുരിഞ്ഞിരിക്കുന്നു, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ട്. ഇതിൽ നമ്മൾ ക്രീമൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ക്രീമും കൂടെ തേച്ചാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. വളരെ ടേസ്റ്റാണ്. അപ്പം എല്ലാ ബണ്ണുകളും റെഡി ആയിട്ടിരിപ്പുണ്ട്. ഒരു ബണ്ണ് ഞങ്ങൾ കഴിച്ചിട്ടോ. ഇനിയിപ്പോൾ 8 ബണ്ണാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് തണുത്തതിന് ശേഷമേ ക്രീം തേക്കാം ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ക്രീം ഒന്ന് റെഡിയാക്കി എടുത്താലോ. ഇപ്പോൾ ഒരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് തണുത്തതും തീരെ തണുപ്പില്ലാത്തതും എടുക്കരുത്. തൊട്ട് കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകുന്ന പരുവത്തിനുള്ളത് എടുത്താൽ മതി. അൺസോൾട്ടഡ് ബട്ടർ എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നുണ്ടല്ലോ, അതിൻ്റെ സോൾട്ടഡ് എടുത്താൽ പോരെയെന്ന് ചോദിക്കരുത്. കാരണം സോൾട്ടഡിൻ്റെ നമുക്ക് ഉപ്പിൻ്റെ അളവ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് അടിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ച് അടിക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കാം. നമുക്ക് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം. ഇതിപ്പം നല്ല സ്മൂത്തായിട്ട് ബട്ടറിൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. കുറേ കൂടെ വൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ അമൂലിൻ്റെ ബട്ടർ എടുത്താൽ മതി. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല വൈറ്റ് കളറായിരിക്കും. എനിക്കത് കിട്ടിയില്ല. ഇനി ഇതിലേക്ക് ഒരു 3 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എസൻസ് ചേർക്കണം നിർബന്ധമില്ല, പക്ഷെ അത് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രീം റെഡി. ഇനി ഈ ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. കുറച്ച് സമയം വെച്ചാൽ മതി. തിക്കായതിനു ശേഷം നമുക്ക് ബണ്ണിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ബണ്ണ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തപ്പോഴത്തേക്കും കണ്ടാൽ നല്ല സോഫ്റ്റായി, ഞെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഞെങ്ങി വരുന്നുണ്ട്. നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് കട്ട് ചെയ്യണേ. അടിപൊളി, ഉള്ളിൽ നല്ല കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളുള്ള ബണ്ണ്. നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് തേക്കാനായിട്ട് എളുപ്പമായി. അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് നമുക്കത് തേക്കാൻ അത്ര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒന്നുമില്ല, ഓരോ സ്പൂണായിട്ടെടുത്ത് ഓരോ ബണ്ണിൻ്റെ ഉള്ളിലേക്കും തേച്ച് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. 2 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ക്രീം മൊത്തം നമുക്ക് ഇത്രയും ബണ്ണിന് ആവശ്യമുള്ളതാണ്. ബണ്ണ് നന്നായിട്ട് തണുത്തതിന് ശേഷമേ ഈ ക്രീം തേക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ക്രീം ലൂസായി പോകും. ചൂടാകുമ്പോൾ ബട്ടർ മെൽറ്റായി പോകില്ലേ. അപ്പോൾ അതെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളി. നമുക്ക് കഴിക്കട്ടെ. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ പോലും കിട്ടില്ല കേട്ടോ. ഇത്ര ടേസ്റ്റിൽ ഒരു ബട്ടർ ബണ്ണ് അതിശയോക്തിയല്ല, കാര്യമായിട്ട് പറയുകയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വീണ്ടും വീണ്ടും കഴിച്ചു പോകും. അത്ര ടേസ്റ്റാണ്. ഈ ക്രീമിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. ബണ്ണ് ആസച്ച് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ 2 കൂടെ വന്നപ്പോഴത്തേക്ക് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.